ഇന്ത്യ വീണ്ടും ഒരു ഇലക്ഷൻ ചൂടിലേക്ക് കടക്കുന്നു. ഇന്ന് ഭരിക്കുന്ന BJPക്കെതിരെ ആണ് എന്ന് CPM-ഉം കോൺഗ്രസും പറയുമ്പോൾ CPM-നെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? CPM അവരുടെ വോട്ട് ബാങ്കായിട്ട് അല്ലെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും കൂടുതൽ തങ്ങൾ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ എന്തോ ഒന്ന് വലുത് കാട്ടിക്കൂട്ടുന്നു എന്നൊരു പ്രചാരണമാണ് നടത്തുന്നത്. പക്ഷേ രാജ്യത്ത് എവിടെയും CPM ഒരിടത്ത് പോലും BJP നേർക്കുനേർ ഏറ്റുമുട്ടുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, CPM-ന് പാറശാല മുതൽ പിണറായി വരെ ഉള്ള സ്വാധീന ശക്തിയേ ഉള്ളൂ. അതിനപ്പുറം CPM-ന് സ്വാധീന ശക്തിയില്ല. അപ്പോൾ അവർക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ കരുത്താക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു ലക്ഷ്യം. അതിൽ CPM-ന് ഒട്ടും താല്പര്യമില്ല. കാര്യം CPM-ന്റെ BJP പറയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം BJP പറയുന്നതിന് മുമ്പ് തന്നെ CPM-ആണ് ഇത് കൊണ്ടുവന്നത്. CPM ഇപ്പോൾ UPA സർക്കാരിൻ്റെ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ആണവ കരാറിൻ്റെ പേരിൽ 64 MP-മാരുണ്ടായിരുന്ന CPM ആണവ കരാറിൻ്റെ പേരിൽ പെട്ടെന്ന് ഇടതുപക്ഷം CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം 64 സീറ്റിൻ്റെ പിന്തുണ കോൺഗ്രസ് മുന്നണിക്ക് UPA മുന്നണിക്ക് പിൻവലിച്ച ആൾക്കാരാണ്. പിന്നീട് അവർ ഇതുവരെയും രണ്ടക്കം കഴിഞ്ഞിട്ടില്ല. അല്ല, CPM-ന്റെ ഏറ്റവും വലിയ തകർച്ച കാണുന്നത് പശ്ചിമബംഗാളിൽ നിന്ന് നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ ത്രിപുര പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന പശ്ചിമബംഗാളിൽ പോലും ഇന്ന് പേരിന് പോലും ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ CPM തുടർന്ന് വന്നിരിക്കുന്ന ജനങ്ങളോടുള്ള നിഷേധാത്മകമായ നിലപാടുകൾ അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുകയും പിന്നെ BJP-യോട് ചേർന്ന് നിൽക്കാൻ അവർക്കൊള്ളുന്ന വെമ്പലുകൾ അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു CPM-ന്റെ ഇത്രയും വലിയ തകർച്ച. CPM-ഉം അല്ലെങ്കിൽ BJP-യും രണ്ട് കൂട്ടരും കോൺഗ്രസ് മുക്ത ഭാരതം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത കേരളമാണ് ഈ രണ്ട് കൂട്ടരും സ്വപ്നം കാണുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ചെറുകക്ഷികളൊന്നും ഭരണത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലാത്ത BJP എതിർക്കുന്നവരാണെങ്കിൽ പോലും മറ്റ് ചെറുകക്ഷികളൊന്നും ഭരണത്തിലിരിക്കുന്നത് BJPക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അമിത്ഷയ്ക്ക് ഒന്നും ഒരു പ്രശ്നമല്ല. കേരളത്തിൽ BJP കേരളം ഭരിക്കുക എന്നത് BJP-യുടെ ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് കൂട്ടർക്കും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. അങ്ങനെ ഇവർ ഇവരുടെ അന്തർധാര വളരെ സജീവമാണ്. ഇവർ പുറമെ ഇപ്പൊ MP ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ കോൺഗ്രസ്സുകാരൊക്കെ BJP-ലേക്ക് പോകുന്നു, കോൺഗ്രസ് മുഴുവനായിട്ട് BJP-ലേക്ക് പോവുകയാണ് എന്നൊരു പ്രചാരണം നടത്തുന്നത് തന്നെ ഇതിന്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. കാര്യം കോൺഗ്രസ്സുകാർ BJP-ലേക്ക് പോയതിനേക്കാളും കോൺഗ്രസ്സുകാർ BJP പോകുന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും അടുത്തത് പത്മജ വേണുഗോപാലാണ്, അനിൽ ആന്റണിയാണ്. ഇവരെ എന്ന് പറയുന്നത് അപ്പൻ്റെ അതായത് പിതാവിൻ്റെ കൊടിവെച്ച കാറിൽ കയറി നിന്നിട്ട് ജനങ്ങളെ നോക്കിക്കണ്ടവരാണ്. അല്ലാതെ ഇവർ കൊടി പിടിച്ചവരല്ല. കൊടി പിടിച്ചു വന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ പുറകിലുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ശക്തി. അല്ല, ഇവിടെ പത്മജ പോയപ്പം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പത്മജയുടെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്യുന്ന അഡ്മിൻ പോലും പത്മജയുടെ കൂടെ പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് രസകരമായിട്ടുള്ളത്. വേറൊരു കാര്യം, കേരളത്തിലെ CPM അല്ലെ പിണറായി എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെ മാത്രമാണ് ഇതേവരെ കേന്ദ്ര ഗവൺമെന്റ് ഉപദ്രവിക്കാത്തതെന്ന് പറയാം. ED-യെ കാണിച്ചു പേടിപ്പിക്കുന്നു, പിന്നെ SFനെ കൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും ഇവരെ ബാധിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പുലി വരുന്നതെന്ന് പറയുന്ന പോലെയാണ് പിണറായിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ. പിണറായി ഒന്നും അമിത്ഷാ തൊടില്ല. അമിത്ഷായും പിണറായിയുമായിട്ട് നന്നായിട്ട് കോൺക്രീറ്റ് ഉള്ള ഒരു പാലം ഉണ്ടാക്കിയിട്ടില്ല. തന്നെ സുപ്രീം കോടതി മാറ്റിവെക്കുന്നൊക്കെ അതിന്റെ ലാവ്ലിൻ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോഴും CPM-ന് കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരെ BJP അനുകൂലിക്കാനുള്ളൊരു കാരണം. അത് മാത്രമല്ല, കോൺഗ്രസ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണി ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതിനൊന്നും CPM പങ്കെടുത്തിട്ടില്ല. CPM-ന്റെ പ്രതിനിധി ഇല്ല. പക്ഷേ CPI കുറച്ചും കൂടി ആത്മാർത്ഥമുള്ളവരാണ്. ഇപ്പോഴെന്നല്ല, എല്ലാ കാലത്തും വർഗീയതയെ പടിക്ക് പുറത്തു നിർത്താനുള്ള പോരാട്ടങ്ങളിലൊക്കെ CPM പിന്നിൽ നിന്ന് ചതിക്കുകയും ചെയ്തൊരു പാരമ്പര്യമാണ് അവർക്ക് എല്ലാ കാലത്തും. 1982 പിന്നെ BJPക്ക് 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. BJP പുറത്തു നിന്ന് പിന്തുണച്ച ആൾക്കാരാണ് CPM ഇടതുപക്ഷം. ഇപ്പൊ അവർ വലിയ മാന്യത അടിക്കുന്നുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ആദ്യം വളമിട്ട് കൊടുത്തത് അവരല്ലേ. എല്ലാ കാലത്തും കോൺഗ്രസിനെ എതിർത്തിട്ടുള്ളത് CPM-ആണ്. ഇവിടെ കേരളത്തിന്റെ ഒരു പൊതു വികാരം എല്ലാ കാലത്തും സംഘപരിവാറിനെതിരാണ്, BJPക്കെതിരാണ്. ഈ ഒരു പൊതുവികാരത്തെ കബളിപ്പിച്ച് വോട്ട് നേടി സംഘപരിവാറിന് രഹസ്യമായി ബാന്ധവം സൃഷ്ടിക്കലാണ് CPM ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യുന്നത്. BJPക്ക് ശക്തി പകരാനായിട്ട് പല തരികളും CPM ഇട്ട് കൊടുക്കും. നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പിണറായി വിജയൻ പറഞ്ഞു, മുഖ്യമന്ത്രി പറയുകയാണ്, ഒരു ആക്രമണം നടത്തിയപ്പോൾ അതിനകത്ത് പങ്കെടുത്ത ആളുകൾ മൊത്തം മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളാണെന്ന് പറയുമ്പോൾ പോലും
എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഇത്രയും കാലം മുസ്ലിം വിഭാഗത്തിന് വേണ്ടി വാദിച്ചിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പറയുകയും ചെയ്തിരുന്ന, ഞങ്ങൾ പറയുന്നു എന്ന് നടിച്ചിരുന്ന പിണറായി. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്, നമ്മുടെ വയനാട് മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി CPIയുടെ ആനിരാജ കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസിനുള്ളിൽ സംഘപരിവാറുകാരുണ്ട് എന്ന ഒരു ശ്രദ്ധേയമായ പരാമർശം ആനിരാജ് നടത്തിയിരുന്നു. പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ്. ശബരിമല വിഷയം നടന്നപ്പോഴും പോലീസിന്റെ കോളാമ്പി RSS നേതാവായ വത്സൻ തില്ലങ്കേരിയുടെ കയ്യിലിരുന്ന ഒരു സംഭവം ഉണ്ടായി. അത്തരത്തിൽ ഭരണത്തിന്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും സംഘപരിവാർ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം കേരളത്തിലാണ്. അതിനാണല്ലോ കമ്മ്യൂണിസം നിലനിൽക്കുന്ന സ്ഥലത്തൊന്നും ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ബംഗാളിൽ ഇത്രയും കാലം ഭരിച്ചിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ ഓഫീസ് ഒന്നടങ്കം പിന്നെ BJPയിലേക്ക് പോയില്ലേ. ത്രിപുരയിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്. എന്നിട്ട് അവരിവിടെ വലിയ വായിൽ ഫാസിസത്തിനെതിരെ പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗം? കോൺഗ്രസിനെ തകർക്കാനുള്ള പ്രസംഗമാണ്. ഇവർ തമ്മിലുള്ള അന്തർധാര സജീവം. ഇപ്പം തിരുവനന്തപുരത്തിലെ CPI സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ പ്രാവശ്യം ദിവാകരൻ മത്സരിച്ചു. ദിവാകരൻ CPI സ്ഥാനാർത്ഥിയാണ്. CPMന്റെ വോട്ട് മുഴുവൻ BJPക്കാണ് പോയത്. ദിവാകരൻ 3ാം സ്ഥാനത്തായി പോയി. അല്ലാതെ ഈ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് അവകാശപ്പെടാൻ ഒരു കനലൊരു തരി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് കെ.സി. വേണുഗോപാൽ അതിൽ കാണിച്ച ഒരു ആർജവം അത് ശരിക്കും കോൺഗ്രസിന് 2020 എത്താനുള്ള ഒരു സാധ്യത തുറക്കുകയാണ്. കാര്യം പുള്ളിക്കിപ്പോൾ അതിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. കാര്യം പുള്ളി രാജ്യസഭ MP ആണ്. അതുപോലെ ഇത്രയും വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. AICC സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. പുള്ളി ആരും നിർബന്ധിക്കില്ല, മത്സരിച്ചില്ലെങ്കിലും കുഴപ്പം. പക്ഷെ പുള്ളി പാർട്ടിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് നമുക്ക് വളരെ ഗുണം ചെയ്യും. നമുക്കിപ്പം ഇന്ത്യ മുന്നണി ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ CPMനെ വിശ്വസിച്ചുകൊണ്ടൊരു സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് പോകുക എന്നുള്ളത് ശാശ്വതമായിട്ടുള്ള അത് വ്യക്തമാണ്. UDFന്റെ സ്ഥാനാർത്ഥികളെ നമുക്ക് കണ്ടാലറിയാം. എല്ലായിടത്തും ശക്തരായ സ്ഥാനാർത്ഥികളാണ്. പലയിടത്തും CPM നടത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നമുക്ക് കണ്ടറിയാം. വളരെ അഡ്ജസ്റ്റ്മെന്റഡ് ആണ്. കാരണം എങ്ങനെ BJPക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. സ്ഥാനാർത്ഥികളെ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആരും വ്യക്തിയായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പം പക്ഷേ UDF നടത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് വളരെ ശക്തരും ജയിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഭരണം നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് UDF നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ BJPയും സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPയും CPM ഒരേ കണ്ടന്റുകൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് രണ്ടും നിർമ്മിക്കുന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയൊക്കെ വ്യക്തിപരമായി ആക്ഷേപിച്ച് പാർട്ടി മുഖപത്രത്തിൽ വരെ വാർത്ത കൊടുക്കുന്ന ഒരു രീതിയാണ് CPMന്റെ. CPM വെടക്കാക്കി തനിക്കാക്കുകയാണ് ഫാസിസത്തിനെതിരെ. BJP പോലും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കടന്നു കയറി ആക്രമിച്ചിട്ടില്ല. അത് ചെയ്തത് CPM ആണ്. അല്ല, അവരുടെ കുട്ടി സഖാക്കളെ കൊണ്ട് എന്ത് ചുടിയോറും വാരിപ്പിച്ച് CPM ചില കരുനീക്കങ്ങൾ നടത്തുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJPക്ക് വേണ്ടി ചില കരുനീക്കങ്ങൾ. പക്ഷെ മോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പിണറായിയുടെ ശ്രമങ്ങൾ CPMൽ എല്ലാ നേതാക്കന്മാർക്കും യോജിപ്പുണ്ടെന്നൊന്നും കരുതുന്നില്ല. ചില വിമത സ്വരങ്ങളും CPMൽ ഉയർന്നു വരുന്നു എന്നതാണ്. CPMൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം CPMന് ഇല്ലല്ലോ. അതുകൊണ്ടുള്ള ഉൾഭയമാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. അല്ല, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ എത്രയോ സ്റ്റേറ്റിലുണ്ടായിരുന്ന പാർട്ടിയാണ് കേരളത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്നത്. ഈ ഒരു തവണയും കൂടി ഇങ്ങനെ ചിലപ്പോൾ പോയേക്കാം. ഇവർ നടത്തുന്ന CPMന് ഇപ്പോൾ മറ്റൊരു പാർട്ടിയുടെ സഹായമില്ലാതെ, മറ്റൊരു പാർട്ടിയുടെ തോളിച്ചാരിയല്ലാതെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ AKG സെന്ററിനകത്ത് കയറി പാർട്ടി സെക്രട്ടറിയെ ആക്രമിക്കുമ്പോൾ സഹായിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. ബംഗാളിൽ കോൺഗ്രസ് പ്രവർത്തകരാണുള്ളത്. ത്രിപുരയിൽ കോൺഗ്രസിന്റെ ആൾക്കാരാണ്. ത്രിപുരയിൽ പ്രതിപക്ഷം പോലും ഇല്ല. എത്രയോ വർഷം ഭരിച്ചതാണ് CPM. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണുള്ളത്. എന്തിന്? പിണറായിക്കപ്പുറം കണ്ണൂരിലെ പിണറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസുകാരുടെ സഹായമില്ലാതെ CPMന് നിൽക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് തമിഴ്നാട്ടിലെ എല്ലാ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത. അവർക്ക് കഴിഞ്ഞ തവണ 2 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തവണ 1 സീറ്റാണ് DMK CPMന് കൊടുത്തത്. അത് കോയമ്പത്തൂർ സീറ്റിലാണ് അവരുടെ സിറ്റിംഗ് സീറ്റ്. ആ സീറ്റ് ആകട്ടെ DMK തിരിച്ചെടുക്കുകയും ചെയ്തു. അതിന് DMKയുടെ ഒരു കാരണമായിട്ട് പറയുന്നത് അവിടെ BJP വലിയ പ്രചാരണം നടത്തുന്നു. BJPയെ നേർക്ക് നേർ ഏറ്റുമുട്ടുവാൻ CPM പ്രാപ്തരല്ല എന്ന് DMK മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് DMK കോയമ്പത്തൂർ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് സുരക്ഷിതമായ ഡിണ്ടിഗൽ സീറ്റിലേക്ക് സീറ്റിൽ DMK കഴിഞ്ഞ വർഷം 5 ലക്ഷത്തിൽ വോട്ട് നേടിയ സ്ഥലമാണ്. ഒരു പേയ്മെന്റ് സീറ്റ് പോലെ കൊടുത്തു എന്ന് വേണം. അത്രേ ഉള്ളൂ. അതിക്കൊള്ളൊന്നും അവർക്ക് CPM ആവട്ടെ ഒന്നും പറഞ്ഞതുമില്ല. കിട്ടുന്നത് ബീഹാറിൽ അതിശക്തമായിരുന്ന പാർട്ടിയാണ്. പശ്ചിമ ബംഗാളിൽ ശക്തമായിരുന്നു. രാജസ്ഥാനിൽ ശക്തമാണ്. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ദയലാണ് ഇപ്പോൾ ഒരു സീറ്റ് മത്സരിക്കുന്നത്.
അങ്ങനെ ശക്തമായിരുന്ന പാർട്ടിയാണ്. ഇവരുടെ നിലപാട് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണാറുണ്ട്, അന്തം കമ്മികൾ എന്ന് പറയുന്ന പോലെ എന്ത് കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കുന്ന ഒരു പറ്റം അണികളാണ് ഇവിടെ ശക്തി. അല്ല ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു പശ്ചിമ ബംഗാളിൽ ഇല്ലാതായി, ത്രിപുരയിൽ ഇല്ലാതായി, രാജസ്ഥാനിൽ ഇല്ലാതായി. ഈ ഇല്ലാതായതൊക്കെ എങ്ങോട്ട് പോയി നമ്മൾ കണക്ക് കൂട്ടും. ഈ ഇല്ലാതായതൊക്കെ ചുമന്ന കൊടി മാറി, കളർ മാറി കാവിക്കൊടിയായി തീർന്നു. അതാണ് സംഭവിച്ചത്. ഇവിടെയും അവരതിനു വേണ്ടിയുള്ള ശ്രമം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ എവിടം വരെ പോകുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഇടയ്ക്ക് വന്ന പോലെ മുണ്ടെടുത്ത മോഡിയും കോട്ടിട്ട മോഡിയും എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഫാസിസവും കമ്മ്യൂണിസവും. ഇത് രണ്ടും ഒരുപോലെ അപകടകരം. നമ്മുടെ നാട്ടിൽ തൊഴിലടക്കുന്ന ബംഗാളികൾ CPM-ന്റെ കൊടി കാണുമ്പോൾ അവർക്കൊരു ചെറിയ പുഞ്ചിരിയാണ്. അവർ മനസ്സിൽ പറയുന്നത് ഞങ്ങൾക്ക് വന്ന സ്ഥിതി മറ്റൊരു സംസ്ഥാനത്തിന് കൂടി വരുന്നു എന്നൊരു ചിരിയാണ് അവർക്കുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇതായിട്ട് പറയാൻ പറ്റുന്നത്, കേരളം എന്നും ഒരു മാതൃകയായിരുന്നു. കേരളത്തെ പോലെ ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നരും അല്ലെങ്കിൽ വിവേകികളുമായ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ഏകാധിപത്യം നടന്നെങ്കിൽ അതിൻ്റെ അകത്ത് പല കാരണങ്ങളാണ്. BJP-യുടെ കൂട്ടുപിടിച്ച് തന്നെയാണ് ഇവിടെ ഈ 2 തവണയും CPM ഭരണം നടത്തി ഏകാധിപത്യം സ്ഥാപിച്ചത്. ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും കേരള ജനത അനുവദിക്കത്തില്ല. CPM-ന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടും, BJP-ആയിട്ടുള്ള അവരുടെ കൂട്ടുകെട്ടുകൾ തുറന്നു കാട്ടും. അതിന് ഈ ഇലക്ഷൻ കാരണമാകുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.